ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ജോഗ്രഫിയാണ് നോക്കുന്നത്. 10ാം ക്ലാസ്സിലെ SCERT പുസ്തകമാണ്. നമ്മൾ 9ാം ക്ലാസ്സിലെ ജോഗ്രഫി നോക്കിയിരുന്നു. അതിൽ ഇന്ത്യയെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ 5ആയിട്ട് തിരിക്കാമെന്ന് പഠിച്ച് അത് ഓരോന്നും നമ്മൾ വിശദമായിട്ട് പഠിച്ചിരുന്നു. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരങ്ങളും സമതലങ്ങളും, മരുഭൂമി, ഇത്രയുമാണ് പഠിച്ചത്. ഈ ഒരു ചാപ്റ്ററിലും ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ അവിടെ നോക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ്. ഇത് ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ MK രാമചന്ദ്രൻ്റെ ബുക്കിലെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. അത് ദേവഭൂമിയിലൂടെ എന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതിനകത്തിൽ ഉത്തരപർവ്വത മേഖലയെ പറ്റി പ്രത്യേകം വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇന്ത്യയുടെ സ്ഥാനം നോക്കാം. അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. 8-4 37-6 ഓർക്കാവല്ലോ. അത് 8ൻ്റെ പകുതിയല്ലേ 4. അതുപോലെ 6ൻ്റെ സ്ക്വയറാണ് 36. 37 ഡിഗ്രി 6 മിനിറ്റ്, അത് ഓർത്തിരിക്കുക. ഇനി രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ്. രേഖാംശം കിഴക്കാണ് പറയുന്നതെന്ന് ഓർക്കണം. അക്ഷാംശം വടക്കാണ്. അപ്പം അത് തിരിച്ചു മറിച്ചുമൊക്കെ എന്താണ് വടക്കും തെക്കും ഒക്കെ ഇട്ട് തരും. അപ്പം തെറ്റാതെ കറക്റ്റായിട്ട് നമ്പേഴ്സ് നോക്കി വെച്ചേക്കുക. ഓപ്ഷൻ കാണുമ്പം കൺഫ്യൂഷൻ അടിക്കാതെ എഴുതാനായിട്ട് കഴിയണം. അപ്പോൾ അത് വെച്ച് പഠിച്ചു വെച്ചേക്കുക. ഇനി ഇന്ത്യൻ ഉപദ്വീപിനെ പറ്റി പറയാം. അപ്പോൾ അക്ഷാംശം മനസ്സിലായല്ലോ. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. രേഖാംശം 6-8-7 ആണ്. 6-8-7 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ്. അങ്ങനെ ഓർത്തിരിക്കുക. ഓർക്കാൻ നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ ഓർത്തിരിക്കുക. 9-7-2-5. അപ്പോൾ കിഴക്ക് വരെയാണ് രേഖാംശം. ഇനി ഇന്ത്യൻ ഉപദ്വീപിനെ പറ്റി നോക്കാം. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗത്തെയാണ് നമ്മൾ ഉപദ്വീപ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തെ ഇന്ത്യൻ ഉപദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭാഗത്തെ ഇന്ത്യൻ ഉപദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സ്ഥാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. രേഖാംശമാണെങ്കിൽ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ്. ഇനി നോക്കുന്നത് പാമീർ പീഠഭൂമിയെ പറ്റിയാണ്. 9ാം ക്ലാസ്സിലെ ജോഗ്രഫി എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ് പാമീർ പീഠഭൂമി അറിയപ്പെടുന്നത്. പാമീർ പർവ്വതക്കെട്ട് അറിയപ്പെടുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ്. അതുപോലെ അതിൻ്റെ സ്ഥാനം പറഞ്ഞിരുന്നു, വടക്ക് മുതൽ വടക്ക് കിഴക്ക് വരെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മേൽക്കൂര പോലെ ഇങ്ങനെ ഇന്ത്യക്കൊരു മേൽക്കൂര പോലെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന പർവ്വതക്കെട്ടാണ് പാമീർ പർവ്വതക്കെട്ട് എന്ന് പറഞ്ഞിരുന്നു. ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻ ഷാൻ, കുൻലുൻ, കാരക്കോരം മുതലായ പർവ്വതനിരകൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നുണ്ട്. കാരക്കോരം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. കാരക്കോരം പർവ്വതനിരയുടെ തുടർച്ചയായിട്ടാണ് ടിബറ്റിലുള്ള കൈലാസ പർവ്വതനിരകൾ. കാശ്മീരിൻ്റെ വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വതനിരകളെ ഉത്തരപർവ്വത മേഖല എന്നാണ് വിളിക്കുന്നത്. ഉത്തരപർവ്വത മേഖല കാശ്മീരിന് വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്നു. ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തിരിക്കാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. അപ്പോൾ അതാണ് ഇനി നമ്മൾ നോക്കുന്നത്.
ട്രാൻസ് ഹിമാലയത്തെ പറ്റിയാണ് ആദ്യം പഠിക്കുന്നത്. ട്രാൻസ് ഹിമാലയത്തെ നമുക്ക് കാരക്കോരം, ലഡാക്ക്, സസ്കർ എന്ന് 3ആയിട്ട് തിരിക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോരം നിരകളിലാണ്. കാരക്കോരത്തിൻ്റെ തുടർച്ചയായിട്ട് ടിബറ്റിൽ കാണപ്പെടുന്നത് എന്താണ്? കൈലാസ പർവ്വതനിരകളാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോരം നിരകളിലാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ് കാരക്കോരം നിരകളെന്ന് ഓർത്തിരിക്കുക. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരമാണ് പറയുന്നത് 6000 മീറ്ററാണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? 8661 മീറ്ററാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരം. പുസ്തകത്തിൽ ഇങ്ങനെയാണ് ഉയരം കൊടുത്തിട്ടുള്ളതെങ്കിലും PSCയുടെ ആൻസർ 8611 മീറ്ററാണേ. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ടുള്ളത് അത് തന്നെയാണ്. SCERT പുസ്തകത്തിൽ മിസ്റ്റേക്ക് പറ്റിയതാണ്. 8611 മീറ്ററാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരം, അല്ലെങ്കിൽ മൗണ്ട് കേറ്റുവിൻ്റെ ഉയരം 8611 മീറ്ററാണ്. ശരാശരി ഉയരം, ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 മീറ്ററാണ്. ഇനി നമുക്ക് ഹിമാലയത്തെ പറ്റി നോക്കാം. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളെയാണ് ഹിമാലയൻ പർവ്വതനിരകൾ എന്ന് വിളിക്കുന്നത്. ട്രാൻസ് ഹിമാലയത്തിനും അതുപോലെ കിഴക്കൻ മലനിരകൾ കിഴക്കായിട്ട് കാണുന്നത്, അതിന് ഇടയിലായിട്ടാണ് ഹിമാലയം കാണുന്നത്. ഇതിൻ്റെ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറ് മുതൽ തെക്ക് കിഴക്ക് ദിശയിലാണ്. വടക്കു പടിഞ്ഞാറ് മുതൽ തെക്ക് കിഴക്ക് ദിശയിലോട്ടാണിത് കിടക്കുന്നത്. ഈ പർവ്വതനിരകൾക്ക് ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. 2400 കിലോമീറ്റർ നീളമാണ് ഈ പർവ്വതനിരകൾക്ക് ഉള്ളത്. നമ്മൾ 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിൽ പഠിച്ചതാണിതൊക്കെ. ലോകത്തിലെ ഉയരമേറിയ നിരവധി കൊടുമുടികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും പർവ്വതങ്ങളുടെ ഉയരം എങ്ങനെയാണ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും ഈ പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. കാശ്മീർ പ്രദേശത്ത് ഏകദേശം 400 കിലോമീറ്റർ വീതിയുള്ള ഉത്തര പർവ്വതനിരകൾക്ക് അരുണാചൽ പ്രദേശിലെ വീതി ഏകദേശം 150 കിലോമീറ്റർ ആയിരിക്കും. ഹിമാലയത്തിൻ്റെ ഏരിയ പറഞ്ഞിട്ടുണ്ട് 5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഈ ഭൂപ്രദേശം സമാന്തരങ്ങളായിട്ടുള്ള 3 പർവ്വതനിരകൾ ഉൾപ്പെട്ടതാണ്. അതിൻ്റെ സവിശേഷതകൾ ഇവിടെ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനു മുന്നേ മൗണ്ട് എവറസ്റ്റിനെ പറ്റി നമുക്ക് നോക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ഉയരം 8848 മീറ്ററാണ്. എവറസ്റ്റിൻ്റെ ഉയരമാണ് 8848 മീറ്റർ. ഇനി നമുക്ക് ഹിമാലയത്തെ 3ആയിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അതിൽ ഹിമാദ്രിയെ പറ്റി നോക്കാം. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഏറ്റവും ഉയരം കൂടിയ നിര, ഹിമാദ്രി എന്നത് ഏറ്റവും ഉയരം കൂടിയ നിരയാണ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം ഇവിടെയാണ്, ഹിമാദ്രിയിലാണ്. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് കാഞ്ചൻജംഗയും നന്ദാദേവിയും. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള കൊടുമുടികളാണ്. കാഞ്ചൻജംഗ, നന്ദാദേവിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിര. ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം ഇവിടെയാണ്. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള കൊടുമുടികൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കാഞ്ചൻജംഗ, നന്ദാദേവിയൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അടുത്തതായിട്ട് ഹിമാചലിനെ പറ്റിയാണ് നോക്കുന്നത്. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. ശരാശരി ഉയരം 3000 മീറ്ററാണ്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വതനിരകളുടെ തെക്കേ ചരിവിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്.
ഷിംലയും ഡാർജിലിങ്ങും സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. ഇനി ശിവാലിക്ക് ഹിമാചലിന് തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ശരാശരി ഉയരം 1220 മീറ്ററാണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ, ഹിമാചലിൻ്റേത് 3000, ശിവാലിക്കിൻ്റേത് 1220 മീറ്റർ. ഈ പർവ്വതനിരയെ മുറിച്ച് ഹിമാലയൻ നദികൾ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട്. ശിവാലിക്കിൻ്റെ തുടർച്ച പലയിടങ്ങളിലും നഷ്ടപ്പെടുന്നുണ്ട്. നീളമേറിയതും വിസ്തൃതവുമായിട്ടുള്ള താഴ്വരകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതിനുദാഹരണമാണ് ഡെറാഡൂൺ സുഖവാസ കേന്ദ്രം ശിവാലിക്കിലാണ്. ഇവയെ ഡ്യൂണുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ താഴ്വരകളെ വിളിക്കുന്നത് ഡ്യൂണുകൾ എന്നാണ്. ഡ്യൂണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ശിവാലിക്കിലാണ്. ഉത്തരപർവ്വത മേഖലയിലെ ചുരങ്ങളാണ് ഇനി നോക്കുന്നത്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ വേണ്ടി മലയിടുക്കുകളുണ്ട്. അപ്പോൾ ആ മലയിടുക്കുകളെയാണ് ചുരങ്ങളെന്ന് വിളിക്കുന്നത്. പർവ്വതങ്ങളെയൊക്കെ മുറിച്ചു കടക്കാൻ മലയിടുക്കുകളുണ്ട്. മലയിടുക്കുകളെയാണ് ചുരങ്ങൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ടും 4 ചുരങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. ലിപുലെ, ഷിപ്കില, സോജില, നാതുല. ഇത് റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ലിപുലെ ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ്. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയാണ്. ആദ്യം നമുക്ക് ഇത് രണ്ടും നോക്കാം. ലിപുലെ ചുരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലിപ്പ് വെച്ചിട്ട് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാൻ പറ്റും. ലിപ്പ് കൊണ്ടാണല്ലോ ഉത്തരം പറയുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഇനി ഷിപ്കില എങ്ങനെ ഓർക്കാം? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലല്ലേ? ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലാണ് ഷിംല. അപ്പോൾ അത് വെച്ചിട്ട് ഷിപ്കില എന്നുള്ളത് ഓർക്കുക. ഇനി സോജിലയും നാഥുലയും പഠിക്കാനുള്ളത്. സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. നാഥുല സിക്കിം, ടിബറ്റ്. നാഥുല ചുരം എല്ലാവർക്കും ഓർമ്മയുള്ളതായിരിക്കും. നാഥുല സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഇവിടെ കാണപ്പെടുന്ന സസ്യജാലങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഉയരമനുസരിച്ച് സമുദ്രനിരപ്പിൽ നിന്നും 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരങ്ങളിൽ ഓക്ക്, ചെസ്നറ്റ്, മേപ്പിള് തുടങ്ങിയ വൃക്ഷങ്ങളാണ് കാണുന്നത്. അതിലും ഉയരങ്ങളിൽ ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ കാണപ്പെടുന്നു എന്ന് പറയുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹിമാലയ പർവ്വതനിരകൾ രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്ന്. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നാണ് ഹിമാലയ പർവ്വതനിരകൾ രൂപപ്പെട്ടത്. ഹിമാലയ പർവ്വതനിരകൾ ഫോൾഡൻ മൗണ്ടെയിൻ ആണ് എന്ന് നമുക്കറിയാം. അത് രൂപപ്പെട്ടതിൻ്റെയാണ് പറയുന്നത്. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂടി കൂട്ടിമുട്ടി മടങ്ങിയാണ് ഈ പർവ്വതനിരകൾ ഉണ്ടായത്. ഇതിൻ്റെ ഇടയിലായിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെയും യുറേഷ്യൻ ഫലകത്തിൻ്റെയും ഇടയിലായിട്ടുണ്ടായിരുന്ന സമുദ്രത്തിൻ്റെ പേരാണ് തെതീസ്. ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സമുദ്രജീവികളുടെ ഫോസിലുകൾ ഈ വാദത്തിന് അനുകൂലമായിട്ടുള്ള തെളിവുകളാണ് എന്നും പറയുന്നു. അപ്പം ഹിമാലയ പർവ്വതം ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതമാണ് എന്ന് നമുക്കറിയാം. മടക്ക് പർവ്വതമാണ് എന്നും നമുക്കറിയാം. അപ്പോൾ അത് ഉണ്ടായത് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. ഉത്തരപർവ്വത മേഖലയിലെ മണ്ണിൻ്റെ കാര്യം പറയുന്നു. പർവ്വത മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇനി ഇവിടുത്തെ ജീവിതം, ജനജീവിതമാണ് പറയുന്നത്. മൃഗപരിപാലനമാണ് ഇവിടുത്തെ ജീവിതമാർഗം. പുൽമേടുകളെ ആശ്രയിച്ചാണ് മൃഗപരിപാലനം. കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തുന്നുണ്ട്. പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടിയതാണ് ശിവാലിക്കിൻ്റെ താഴ്വര മേഖല. ശിവാലിക്കിൻ്റെ താഴ്വാരം എന്ന് പറയുന്നത് എക്കൽ അടിഞ്ഞുകൂടിയതാണ്. ഉരുളക്കിഴങ്ങും ബാർലിയും കുങ്കുമപ്പൂവും ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ പഴവർഗ്ഗങ്ങളായിട്ടുള്ള ആപ്പിള്, ഓറഞ്ച് ഒക്കെ, അതുപോലെ തേയില കൃഷിയും ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ്, നമുക്കറിയാവുന്നതാണ്. അതുപോലെ ഇവിടുത്തെ സുഖവാസ കേന്ദ്രങ്ങൾ ഷിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയവയാണ്.
ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഈ പർവ്വത മേഖല എത്രമാത്രം പങ്ക് വഹിച്ചിട്ടുണ്ട്? പുരാതന കാലം മുതൽ തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമ്മെ സംരക്ഷിച്ചു പോന്നത് ഈ പർവ്വതനിരകളാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യ്ക്കുന്നതും ഈ പർവ്വതനിരകളാണ്. ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നുണ്ട്. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി നദികളുടെ ഉത്ഭവ പ്രദേശം കൂടിയാണ് ഇത്. എന്തൊക്കെയാണ് പ്രാധാന്യമാണ് പറയുന്നത്? ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യമാണ് പറയുന്നത്. വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിച്ചു, മഴ പെയ്യ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നുണ്ട്. അതുപോലെ നദികളുടെ ഉത്ഭവ സ്ഥാനമാണ്. പലതരത്തിലുള്ള സസ്യജന്തുജാലങ്ങൾ ഇവിടെ ഉടലെടുക്കുന്നുണ്ട്. ഹിമാലയത്തിലെ മഞ്ഞു മൂടിയ കൊടുമുടികളും ഹിമാനികളും ശുദ്ധജലത്തിൻ്റെ വൻ ശേഖരങ്ങളാണ്. ഈ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്നിട്ട് മഹാനദികൾ ജന്മമെടുക്കുന്നു. ഇവ ഹിമാലയൻ നദികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പം ഹിമാലയൻ നദികൾ 3 എണ്ണമാണുള്ളത്: സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗോമുദ് ഗുഹ അവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ മാനസ സരോവർ തടാകം ചിത്രം കാണിച്ചിട്ടുണ്ട്. നമ്മളിനി നോക്കുന്നത് ഹിമാലയൻ നദികളായിട്ടുള്ള സിന്ധുവിനെ പറ്റി, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനം മാനസ സരോവർ തടാകത്തിൽ നിന്നാണ്. ടിബറ്റിലാണ് മാനസ സരോവർ തടാകമുള്ളത്. നീളം ഏകദേശം 2880 കിലോമീറ്ററാണ്. ഈ നദിയുടെ 709 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. അപ്പം ഏറ്റവും വലിയ നദിയാണ് 3 നദികളിലെ, ഹിമാലയൻ നദികളിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി. ഏകദേശം നീളം 2880 കിലോമീറ്ററാണ്. പക്ഷേ ഇന്ത്യയിൽ ഒഴുകുന്നത് 709 കിലോമീറ്റർ മാത്രമാണ്. ഇതിൻ്റെ പോഷക നദികൾ ചലം, ചെനാബ്, 5 പോഷക നദികളാണ് സിന്ധുവിനുള്ളത്. ചലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ്റെ ചില ഭാഗങ്ങൾ, അതുപോലെ ഹിമാചൽ പ്രദേശിൽ കൂടെയൊക്കെയാണ് സിന്ധു നദി പ്രധാനമായിട്ടും ഒഴുകുന്നത്. പ്രധാനമായിട്ടും ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, അതുപോലെ പഞ്ചാബിലൂടെയൊക്കെയാണ് ഒഴുകുന്നത്. എത്തിച്ചേരുന്ന സമുദ്രം അറബിക്കടലിലാണ് എത്തിച്ചേരുന്നത്. ഇനി ഗംഗ ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുദ് ഗുഹയിലാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. സിന്ധു നദി ടിബറ്റിലാണ് ഉത്ഭവിക്കുന്നത്, മാനസ സരോവർ തടാകത്തിലാണ്. ഇനി ഗംഗയുടെ ഏകദേശം നീളം 2500 കിലോമീറ്റർ ആണ്. ഗംഗ പൂർണ്ണമായിട്ടും ഇന്ത്യയിലാണ് ഒഴുകുന്നത്, 2500 കിലോമീറ്റർ. ഗംഗയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, അതുപോലെ ഗാംഗ്ര, ഗാണ്ഡക്, ദാമോദർ, സോൺ, ഇതൊക്കെ ഗംഗയുടെ പോഷക നദികളാണ്. ഇനി ഗംഗ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ് ഒക്കെയാണ്. എത്തിച്ചേരുന്ന സമുദ്രം ബംഗാൾ ഉൾക്കടലിലാണ് എത്തിച്ചേരുന്നത്. ബ്രഹ്മപുത്രയും ഉത്ഭവിക്കുന്നത് ടിബറ്റിലാണ്. ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയിലാണ്. ഏകദേശം 2900 കിലോമീറ്ററാണ് ബ്രഹ്മപുത്രയുടെ നീളം. ഇന്ത്യയിലെ നീളം 725 കിലോമീറ്ററാണ്. ഇന്ത്യയിൽ ബ്രഹ്മപുത്ര ഒഴുകുന്നത് 725 കിലോമീറ്റർ മാത്രമാണ്. ഇനി ഇതിൻ്റെ പോഷക നദികൾ തീസ്ത, ദിബാങ്, ലോഹിത് ഒക്കെ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ആസാം, അരുണാചൽ പ്രദേശിൽ കൂടെയൊക്കെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. എത്തിച്ചേരുന്ന സമുദ്രം ബംഗാൾ ഉൾക്കടൽ. സിന്ധു നദി മാത്രമാണ് അറബിക്കടലിൽ എത്തിച്ചേരുന്നത്. ബാക്കി 2 എണ്ണവും ബംഗാൾ ഉൾക്കടലിലാണ് എത്തിച്ചേരുന്നത്. ഉത്തരപർവ്വത മേഖല നമ്മൾ കഴിഞ്ഞു. ഇനി ഉത്തര മഹാസമതലമാണ് പഠിക്കാനുള്ളത്. 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന അതിവിശാലവും
ഫലഭൂയിഷ്ഠവുമായിട്ടുള്ള ഭൂഭാഗമാണ് ഉത്തര മഹാസമതലം. പഞ്ചാബ് ഹരിയാന സമതലമുണ്ട്, മരുസ്ഥലി ബാഗർ സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര, അങ്ങനെ ഇവിടെ മാപ്പിൽ കാണിച്ചിട്ടുണ്ട്. മാപ്പിൽ നോക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താണ് എന്ന്. ഇവിടെ പഞ്ചാബ് ഹരിയാന സമതലം കാണിച്ചിട്ടുണ്ട്, മരുസ്ഥലി ബാഗർ സമതലം, അതുപോലെ ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പം ഇൻഡസിൻ്റെ പോഷകനദികൾ കാണാൻ പറ്റും, അതുപോലെ യമുനയുടെ പോഷകനദികൾ കാണാൻ പറ്റും, പിന്നെ ബ്രഹ്മപുത്രയുടെ കാണാൻ പറ്റും, സുബൻസിരി, തീസ്ത, മാനസ് ഒക്കെ കാണാൻ പറ്റും. ലോഹിത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി മനസ്സിലാക്കുക. ശിലാമണ്ഡല ഫലകങ്ങൾ തമ്മിൽ സംയോജിച്ച് ഭൗമപാളി മടങ്ങി ഉയർന്നിട്ടാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. നമ്മൾ പഠിച്ചു. ഹിമാലയത്തിൻ്റെ രൂപീകരണ വേളയിൽ തെക്ക് പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട് 2000 മീറ്ററിലധികം താഴ്ചയുള്ള അഗാധ ഗർത്തം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായിട്ട് തുടർന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് അതിവിശാലമായിട്ടുള്ള സമതലം രൂപം കൊണ്ടു. ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള എക്കൽ സമതലമാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും അറിയപ്പെടുന്നുണ്ടിത്. അപ്പം ഇത് എത്രയാണ്? ഏകദേശം ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 7,00,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. 7,00,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഫലപുഷ്ടിയുള്ള എക്കൽ മണ്ണാണ്. ഇവിടെ കോളത്തിൽ സമതലത്തിൻ്റെ പേരും ഭൂരൂപീകരണത്തിന് കാരണമാകുന്ന നദികളുടെ പേരുമാണ് കൊടുത്തിട്ടുള്ളത്. പഞ്ചാബ് ഹരിയാന സമതലത്തിലൂടെ ഒഴുകുന്നത് സിന്ധുവും പോഷക നദികളുമാണ്. മാപ്പ് നോക്കുമ്പോൾ അറിയാം. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങളിൽ ലൂണിയും സരസ്വതി നദികളും ഒഴുകുന്നുണ്ട്. ഗംഗാ സമതലത്തിൽ ഗംഗയും പോഷക നദികളും, ആസാമിലെ ബ്രഹ്മപുത്ര സമതലത്തിലാണെങ്കിൽ ബ്രഹ്മപുത്രയും പോഷക നദികളുമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഉത്തര മഹാസമതലം. കാരണം എന്താണ്? ജനങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാ രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഉള്ള ഇടമാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ മിക്ക പ്രദേശങ്ങളും മരുഭൂമി പ്രദേശമാണ്. ഈ മരുഭൂമിക്ക് ഥാർ എന്നാണ് പേര്. ഥാർ മരുഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ ഇവിടെയാണുള്ളത്. ലൂണി നദിയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സരസ്വതി നദിയുമാണ് ഈ സമതല ഭാഗത്തിൻ്റെ രൂപീകരണത്തിൽ പങ്കുവഹിച്ചിട്ടുള്ളത്. ഇവിടുത്തെ മണ്ണ് ലവണാംശമുള്ള മരുഭൂമി മണ്ണാണ്. അതുകൊണ്ട് തന്നെ സസ്യജാലങ്ങൾ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് കാണാൻ പറ്റുന്നത്. സസ്യജാലങ്ങൾ കുറ്റിക്കാടുകളും അതുപോലെ മുൾച്ചെടികളുമാണ്. രാജസ്ഥാനിൽ ഒരാണ്ടിൽ ലഭിക്കുന്നതിലും കൂടുതൽ മഴ കേരളത്തിൽ ഒരു ദിവസത്തിൽ ലഭിക്കുന്നു എന്നാണ്. രാജസ്ഥാനിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന വിളകൾ ബജ്ര, ജോവർ എന്നിവയാണ്. ഈ വിളകളുടെ വളർച്ചയ്ക്ക് ജലം വളരെ കുറവ് മതി. അതുകൊണ്ടാണ് ബജ്ര, ജോവർ ഇവിടെ കൃഷി ചെയ്യുന്നത്. മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ കൃഷി നടക്കുന്നത്. സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് രൂപം നൽകിയ സമതല പ്രദേശം പഞ്ചാബ് ഹരിയാന സമതല പ്രദേശമാണ്. ഇവിടെ കൃഷി ചെയ്യുന്നത് ഗോതമ്പും ചോളവും കരിമ്പും ഒക്കെയാണ്. പഞ്ചാബ് ഹരിയാന സമതലത്തിൽ പ്രധാന വിളകൾ ഗോതമ്പ്, ചോളം, കരിമ്പാണ്. ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി നോക്കാം. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും അതുപോലെ മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിലായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി കിടക്കുന്നത്. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായിട്ടുള്ള ഭൂവിഭാഗമാണ്. സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ചോദിക്കാം. ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പൂർവ്വഘട്ടം, പശ്ചിമഘട്ടം ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഡെക്കാൻ പീഠഭൂമിയുണ്ട്, മാൾവ പീഠഭൂമി, അതുപോലെ ഛോട്ടാ നാഗ്പൂർ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഉപദ്വീപീയ പീഠഭൂമി എന്നത്
നിരപ്പേറിയ ഒരു നിരപ്പേറിയ ഒരു പ്രദേശമല്ല. ഇത് നിമ്നോന്നതികൾ നിറഞ്ഞ ഒരു ഭൂവിഭാഗമാണ്. എന്ന് വെച്ചാൽ ഉയരം കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിസ്തൃതി 15 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. 15 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. ഈ മേഖലയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ആനമുടിയാണ്. ആനമുടിയാണ് ഇവിടുത്തെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി. ഇതിൻ്റെ ഉയരം കൊടുത്തിട്ടുണ്ട് 2695 മീറ്ററാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. 2695 മീറ്റർ. ഇത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ്. വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിലുള്ളത് കൊണ്ട് ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നുണ്ട്. ധാതുക്കളുടെ കലവറ എന്നും വിളിക്കുന്നു. എന്തിനെ? ഉപദ്വീപീയ പീഠഭൂമിയെ. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന, കാലത്തിനനുസരിച്ച് സീസണലായിട്ട് മാത്രം മഴ ലഭിക്കുന്ന ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഇവിടുത്തെ സസ്യജാലങ്ങൾ എങ്ങനെയുള്ളതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഇവിടെ കാണപ്പെടുന്ന മരങ്ങൾ തേക്ക്, സാല, ചന്ദനം, മുള തുടങ്ങിയവയാണ്. ധാരാളം മഴ ലഭിക്കുന്ന പശ്ചിമഘട്ട നിരകളുടെ പടിഞ്ഞാറൻ ചെരുവുകളിലാകട്ടെ ഉഷ്ണമേഖല മഴക്കാടുകളുമാണ്. പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവുകൾ എടുക്കുമ്പോൾ അവിടെ ഉഷ്ണമേഖല മഴക്കാടുകളാണുള്ളത്. അല്ലാതെ ഇവിടുത്തെ സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് എന്ന് ഓർക്കുക. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗമായിട്ടുള്ള ഡെക്കാൻ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളും അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒഴുകിപ്പരന്ന ലാവ തണുത്ത് ഉറഞ്ഞു ഉണ്ടായതാണ്. പ്രധാനമായിട്ടും ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ പീഠഭൂമിയിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നത് കറുത്ത മണ്ണാണ്. ഈ മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളതാണ്. കറുത്ത പരുത്തിമണ്ണ് എന്നാണ് ഇതറിയപ്പെടുക. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ ചെമ്മണ്ണും ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. കറുത്ത മണ്ണ് കൂടാതെ ചെമ്മണ്ണുമുണ്ട്. താരതമ്യേന ഫലപുഷ്ടി കുറവായിട്ടുള്ള ഈ മണ്ണിലെ ഇരുമ്പിൻ്റെ അംശം അതിന് ചുവപ്പ് നിറം നൽകുന്നു. ഈ ചുവപ്പ് മണ്ണിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഫലപുഷ്ടി കുറവാണ്, ഇരുമ്പിൻ്റെ അംശം കാണപ്പെടുന്നത് കൊണ്ട് ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നു. ചോദിച്ചിട്ടുള്ളതാണ്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. അതുപോലെ ഉപദ്വീപീയ പീഠഭൂമി അനേകം നദികളുടെ ഉത്ഭവ പ്രദേശം കൂടിയാണ്. ഈ നദികളെ വിളിക്കുന്നത് ഉപദ്വീപീയ നദികൾ എന്നാണ്. ഇവിടെ ഈ നദികളിലെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചിട്ടാണ്. വേനൽക്കാലത്ത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ നദികളിലെ വെള്ളം തീരെ കുറവായിരിക്കും. ഇവിടെ ഉപദ്വീപീയ നദികളെ പറ്റി കൊടുത്തിട്ടുണ്ട്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി ഇത്രയുമാണ് ഉപദ്വീപീയ നദികൾ. മഹാനദിയുടെ നീളം ഏകദേശം 8057 കിലോമീറ്റർ ആണ്. ഉത്ഭവിക്കുന്നത് മൈക്കല നിരകളിൽ, മധ്യപ്രദേശിലാണ് ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിലെ മൈക്കല നിരകളിലാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. അപ്പം മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്, മൈക്കല നിരകളിലാണ് എന്ന് ഓർക്കുക. 857 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. ഇനി ഇതിൻ്റെ പോഷക നദികൾ ചോദിച്ചിട്ടുണ്ട്. ഇബും ടെല്ലുമാണ്. സംസ്ഥാനങ്ങളും ചെന്ന് ചേരുന്ന കടലും അവിടെ നിൽക്കട്ടെ. ഇനി ഗോദാവരി പശ്ചിമഘട്ടത്തിലാണ് ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ല എന്ന് പറയാം. ഇനി ഏകദേശം നീളം 1465 കിലോമീറ്റർ ആണ്. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. ഇതിൻ്റെ പോഷക നദികൾ ഇന്ദ്രാവതിയും ശബരിയുമാണ്. ഇനി കൃഷ്ണാനദിയും പശ്ചിമഘട്ടത്തിലാണ് ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിലാണ് കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത്. ചോദിച്ചിട്ടുള്ളതാണ്. കൃഷ്ണാനദിയുടെ നീളം 1400 കിലോമീറ്റർ ആണ്. ഭീമയും തുംഗഭദ്രയുമാണ് ഇതിൻ്റെ പോഷക നദികൾ. ഇനി കാവേരി പശ്ചിമഘട്ടത്തിൽ തന്നെയാണ് ഉത്ഭവിക്കുന്നത്. ബ്രഹ്മഗിരി നിരകൾ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിലാണ് ഉത്ഭവിക്കുന്നത്. സംസ്ഥാനം പറയുന്നത് കർണാടകമാണ്. 800 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. കബനിയും അമരാവതിയും ഇതിൻ്റെ പോഷക നദികളാണ്. ഇനി നർമ്മദ ഉത്ഭവിക്കുന്നത് മൈക്കല നിരകളിൽ തന്നെയാണ്. അത്
ഛത്തീസ്ഗഡിലുള്ള മൈക്കല നിരകളിലാണ്. മഹാനദിയാണെങ്കിൽ മധ്യപ്രദേശിലെ മൈക്കല നിരകളിലാണ് ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിലാണ്. ഇനി നർമ്മദ ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിലാണ് എന്ന് ഓർക്കുക. 1312 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ്. ഉപദ്വീപീയ നദികളിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് നർമ്മദ. ഹിരണും ബർജനുമാണ് ഇതിൻ്റെ പോഷക നദികൾ. ഇനി താപ്തി മുൻതായ് പീഠഭൂമിയിലാണ്. മധ്യപ്രദേശിലെ ബൈതുൽ ജില്ല എന്ന് പറയാം. 724 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ആനറും ഗിർണയുമാണ് ഇതിൻ്റെ പോഷക നദികൾ. ആനർ ഗിർണ എന്നത് താപ്തിയുടെ പോഷക നദികളാണ്. ഉപദ്വീപീയ നദികൾ ചെന്ന് ചേരുന്ന കടൽ പറയാം. നർമ്മദയും താപ്തിയും അറബിക്കടലിലാണ് ചെന്ന് ചേരുന്നത്. ബാക്കി നദികളൊക്കെ ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് ചേരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് എന്ന്. മിക്ക ഉപദ്വീപീയ നദികളിലും വെള്ളച്ചാട്ടം സാധാരണമാണ്. അങ്ങനെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം കാണപ്പെടുന്നത് കർണാടകയിലാണ്. ജോഗ് ഫോൾസ് ആണ് ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം. 225 മീറ്ററാണ്. ഇത് ശരാവതി നദിയിലാണ് ഉള്ളത്. 225 മീറ്ററാണ് ജോഗ് ഫോൾസിൻ്റെ ഉയരം. ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞേക്കുന്നത്. ഹിമാലയൻ നദികൾ, നമുക്ക് ആദ്യം ഹിമാലയൻ നദികൾ നോക്കാം. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിവിസ്തൃതമായിട്ടുള്ള വിസ്തൃപ്രദേശമാണ് ഇതിനുള്ളത്. അപരദന തീവ്രത കൂടുതലാണ്. പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും അതുപോലെ സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുകയും ചെയ്യുന്നുണ്ട്. ഉയർന്ന ജലസേചന ശേഷിയുണ്ട്. സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്. ഇനി ഉപദ്വീപീയ നദികളുടെ പ്രത്യേകതകളാണ് നോക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമാണ് ഇതിനുള്ളത്. അപരദന തീവ്രത താരതമ്യേന കുറവാണ്. കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതുകൊണ്ട് അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. കുറഞ്ഞ ജലസേചന ശേഷിയാണ്. ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവുമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇന്ത്യയുടെ തീരപ്രദേശങ്ങളെയും ദ്വീപുകളെയും പറ്റിയാണ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്ന ഈ തീരപ്രദേശത്തിന് ഏകദേശം 6100 കിലോമീറ്റർ നീളമുണ്ട്. തീരപ്രദേശത്തിൻ്റെ നീളമാണ് പറഞ്ഞിട്ടുള്ളത്. 6100 കിലോമീറ്ററാണ്. ദ്വീപുകളുടെ തീരപ്രദേശം ഉൾപ്പെടുത്താതെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 9ാം ക്ലാസ്സിൽ SCERT എടുത്തപ്പോൾ ഈ ദ്വീപുകളുടെ തീരപ്രദേശം കൂടെ കൂട്ടി മൊത്തത്തിലാണ് 7516 കിലോമീറ്റർ പറഞ്ഞത്. ഇന്ത്യയുടെ തീരസമതലത്തിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. ഇതിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ആദ്യം നോക്കാം. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ടാണ് പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൻ്റെ വീതി താരതമ്യേന കുറവാണ്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ പടിഞ്ഞാറൻ തീരസമതലത്തെ നമുക്ക് തിരിക്കാം. കായലുകളും അഴിമുഖങ്ങളും ഒക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ കായലുകൾ, അഴിമുഖങ്ങളും ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഇനി കിഴക്കൻ തീരസമതലത്തിൻ്റെ പ്രത്യേകതകളാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സുന്ദരവനപ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. സുന്ദരവനപ്രദേശം മുതൽ താഴെ കന്യാകുമാരി വരെയാണ്. വീതി താരതമ്യേന കൂടുതലാണ്. കോറമണ്ടൽ തീരസമതലം, അതുപോലെ വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ നമുക്ക് കിഴക്കൻ തീരസമതലത്തെ തിരിക്കാം. ഡെൽറ്റയുടെ രൂപീകരണം ഇവിടെ നടക്കുന്നുണ്ട്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ദ്വീപുകളെ പറ്റിയാണ്. കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലൂടെ ഏകദേശം 300 കിലോമീറ്റർ താണ്ടിയാൽ ലക്ഷദ്വീപുകളിൽ എത്താം. 36 ദ്വീപുകളാണ് അറബിക്കടലിലെ ഈ ദ്വീപ സമൂഹത്തിൽ ഉള്ളത്. ലക്ഷദ്വീപ് സമൂഹത്തിൽ 36 ദ്വീപുകളാണ് ഉള്ളത്. അറബിക്കടലിലാണ് ഈ സമൂഹം കാണപ്പെടുന്നത്. ഇവയിൽ ഏകദേശം 11 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനി ദിവി, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ എന്നിവയാണ് പ്രധാന ദ്വീപുകൾ. ദ്വീപുകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം.
ആന്ത്രോത്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദ്വീപ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ്. തലസ്ഥാനം കവരത്തിയാണ്. ഇനി നമുക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പറ്റി പഠിക്കാം. ബംഗാൾ ഉൾക്കടലിലാണ് ഈ ദ്വീപുകൾ കാണപ്പെടുന്നത്. 200 ദ്വീപുകൾ ഉൾപ്പെടുന്ന ആൻഡമാൻ ദ്വീപുകളും 19 ദ്വീപുകൾ ഉൾപ്പെടുന്ന നിക്കോബാർ ദ്വീപുകളും കൂടെ അടങ്ങുന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം. ഇവയിൽ ഭൂരിഭാഗം ദ്വീപുകളിലും ജനവാസമില്ല. മിക്കവയിലും നിബിഡ വനങ്ങളാണ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമാണ് ബാരൻ. ബാരൻ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഈ ദ്വീപുകളിലാണ്. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനം. ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനമാണ് പോർട്ട് ബ്ലെയർ. നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമായിട്ടുള്ള ഇന്ദിര പോയിൻ്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏത് എന്ന് ചോദിച്ചാൽ ഇന്ദിര പോയിൻ്റ് ആണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? ഇന്ദിര കോളാണ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇനി നോക്കുന്നത്. അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഒക്കെ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഇന്ത്യയിലെ ഋതുക്കളെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. അങ്ങനെ 4ആയിട്ട് തിരിക്കാം. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. ശൈത്യകാലത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കനത്ത മൂടൽമഞ്ഞ്, അതുപോലെ ഹിമാലയത്തിൻ്റെ താഴ്വരകളിലും മഞ്ഞ് വീഴ്ചയും ഉണ്ടാവാറുണ്ട്. ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായിട്ടുള്ള ചൂടും രാത്രിയിൽ ശൈത്യവുമാണ് അനുഭവപ്പെടാറ്. ഷിംല, മണാലി എന്നിവിടങ്ങളിൽ മഞ്ഞ് വീഴ്ചയും സർവ്വസാധാരണമായിട്ട് കാണാം. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ശൈത്യകാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് ശൈത്യകാലത്താണ് എന്ന് ഓർക്കുക. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായിട്ടുള്ള ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നു. മെഡിറ്ററേനിയൻ കടലിലാണ് ന്യൂനമർദ്ദം ആ സമയത്ത് ശൈത്യകാലത്ത് രൂപപ്പെടുന്നത്. അത് ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുകയാണ് ചെയ്യുക. ഇത് ഉത്തര സമതല പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമാകും. ഈ മഴ ശൈത്യകാല വിളകൾക്ക് ഏറെ പ്രയോജനകരമാണ്. പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ ജെറ്റ് പ്രവാഹങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. ഉഷ്ണകാലത്തെ പറ്റിയാണ് പറയുന്നത്. തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിൽ ഊഷ്മാവ് വളരെ കൂടുതലായിരിക്കും. തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യയിലായിരിക്കും കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുക. ഉഷ്ണകാലം ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ്? മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലാണ്. ഉഷ്ണകാലത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമർ എന്ന സ്ഥലത്താണ്. ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് ലൂവ, മാംഗോ ഷവേഴ്സ്. ലൂവ, മാംഗോ ഷവേഴ്സ് ഒക്കെ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങളാണ്. ഇനി കാൽ ബൈശാഖി എന്താണ് എന്ന് നോക്കാം. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായിട്ടുള്ള മഴയാണ് കാൽ ബൈശാഖി. അലർന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഇതിൻ്റെ സവിശേഷതകളാണ്. ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ പറ്റിയാണ് നോക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതി കാണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്കാണ് വീശുന്നത്. ഇപ്പോൾ ആരോ കൊടുത്തിട്ടുണ്ട്. ഈ കാറ്റുകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്നത്. സൂര്യന് ഉത്തരാർദ്ധഗോളത്തിൽ ഇരിക്കെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള ന്യൂനമർദ്ദം രൂപം കൊള്ളും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എന്താണ്? അപ്പോൾ താരതമ്യേന ഉയർന്ന മർദ്ദമായിരിക്കും നിലനിൽക്കുന്നത്. ഇത് തെക്ക് നിന്ന് വടക്കോട്ട്, അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശാനായിട്ട് ഇടയാക്കും. കോറിയോലിസ് പ്രഭാവത്താൽ ഈ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ട് തിരിയുന്നത് കൊണ്ട് തെക്കു പടിഞ്ഞാറൻ കാറ്റുകളായിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ സവിശേഷ ആകൃതി കാരണം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് 2 ശാഖകളായിട്ടാണ് കരയിലേക്ക് പ്രവേശിക്കുന്നത്. അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് 2 ശാഖകളായിട്ടാണ് ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്. അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. ജൂൺ ആരംഭത്തോടെ കേരള തീരത്തിലെത്തുന്ന അറബിക്കടൽ ശാഖ കേരളത്തിൽ വ്യാപകമായിട്ടുള്ള മഴ നൽകും. പിന്നീട് കർണാടകം, അതുപോലെ ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്
എന്നീ സംസ്ഥാനങ്ങളുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് കടക്കുകയും കനത്ത മഴയ്ക്ക് കാരണമാവുകയും ചെയ്യും. പിന്നീട് ഗുജറാത്തിലൂടെ രാജസ്ഥാനിലേക്ക് പ്രവേശിക്കും. അവിടെ എന്തുണ്ട്? ആരവല്ലി പർവ്വതനിരകളുണ്ട്. ഈ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ടാണ് കാറ്റ് വീശുന്നത്. അതുകൊണ്ട് രാജസ്ഥാനിൽ മഴ കുറവ് മാത്രമേ ലഭിക്കത്തുള്ളൂ. രാജസ്ഥാനിലധികം മഴ ലഭിക്കത്തില്ല. ബംഗാൾ മേഖലയിലൂടെ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടാമത്തെ ശാഖ ബംഗാൾ ഉൾക്കടൽ ശാഖ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഴ നൽകും. പഞ്ചാബ് സമതലത്തിൽ വെച്ച് അറബിക്കടൽ ശാഖയുമായിട്ട് കൂടിച്ചേർന്ന് വടക്കോട്ട് നീങ്ങുന്ന ഈ മൺസൂൺ കാറ്റുകൾ ഹിമാലയത്തിൻ്റെ അടിവാര മേഖലകളിൽ കനത്ത മഴ നൽകും. ഇനി മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമാണ് പറയുന്നത്. സെപ്റ്റംബർ പിന്നിടുന്നതോടെ സൂര്യന് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യയുടെ ഉത്തര സമതല പ്രദേശത്ത് കനത്ത ഉച്ചമർദ്ദമായിരിക്കും രൂപപ്പെടുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഉത്തര മഹാസമതലത്തിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉച്ചമർദ്ദമായിരിക്കും. ഉച്ചമർദ്ദമുള്ളിടത്തിൽ നിന്നും ന്യൂനമർദ്ദമുള്ളിടത്തോട്ടായിരിക്കും കാറ്റ് വീശുക. അങ്ങനെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിൻ്റെ കാര്യം നമ്മൾ പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നത്? ഉത്തര മഹാസമതലത്തിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ താരതമ്യേന കുറഞ്ഞ മർദ്ദമായിരിക്കും, ന്യൂനമർദ്ദമായിരിക്കും അനുഭവപ്പെടുക. അതുകൊണ്ട് ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കായിരിക്കും കാറ്റ് വീശുക. ഇവിടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്ന ഈ കാറ്റുകൾ വരണ്ട കാറ്റുകളാണ്. ഇവിടെ മാപ്പിൽ നോക്കുമ്പോൾ നമുക്കറിയാം വടക്ക് കിഴക്ക് നിന്നാണ് കാറ്റുകൾ വീശുന്നത്. അതുകൊണ്ടാണ് വടക്ക് കിഴക്കൻ കാറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇത് പൊതുവെ വരണ്ട കാറ്റുകളാണ്. ഇന്ത്യയിൽ മഴ ഉണ്ടാക്കുന്നില്ല. ഈ കാറ്റുകൾ ഇന്ത്യയിൽ മഴ ഉണ്ടാക്കുന്നില്ല. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലം വാസ്തവത്തിൽ മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരു ഇടവേളയാണ് എന്ന് പറയാം. ഇതിനുശേഷം ശൈത്യകാലമാണ് തുടങ്ങുക. ഒക്ടോബർ, നവംബർ മാസങ്ങളിലായി ഇന്ത്യ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കും. ഈ പ്രതിഭാസം ഒക്ടോബർ ചൂട് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ ഈ ഒരു കാലയളവിലാണ് ഒക്ടോബർ ഹീറ്റ് ഉണ്ടാവുന്നത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്താൽ ആകർഷിക്കപ്പെട്ട് കരയിൽ നിന്ന് കടലിലേക്ക് നീങ്ങുന്ന കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്ത് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്നതിനാൽ ഇന്ത്യയുടെ കോറമണ്ടൽ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട് തീരത്ത് കനത്ത മഴയ്ക്ക് കാരണമാകും. ഇതാണ് തമിഴ്നാടിൻ്റെ പ്രധാന മഴക്കാലം. തമിഴ്നാടിൻ്റെ പ്രധാന മഴക്കാലം വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തിലാണ് എന്ന് ഓർക്കുക. കേരളം, കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ മൺസൂൺ മഴ ലഭിക്കാറുണ്ട്. ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. പുതിയ SCERT പുസ്തകം 9ാം ക്ലാസ് ഞാൻ ക്ലാസ് എടുത്തിരുന്നു. അത് 5 ചാപ്റ്ററായിട്ടാണ് ഇന്ത്യൻ ജോഗ്രഫി ഉള്ളത്. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും അതിൽ കൂടുതൽ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദ്വീപുകളെ പറ്റിയുമൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ക്ലാസ് കാണാത്തവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണുക. 3 മണിക്കൂർ വീഡിയോ ആണത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.